സമൂഹ മാധ്യമങ്ങൾ സജീവമായപ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ തകർച്ച സംഭവിച്ചുവെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം കുടുംബങ്ങളിലാണ് ഏറ്റവും ദുരന്തം സൃഷ്ടിക്കുന്നത്. വിവാഹേതര ബന്ധങ്ങളും സംശയരോഗവും ദാമ്പത്യ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു. ഇവിടെയെല്ലാം സ്ത്രീകളായിരിക്കും പലപ്പോഴും ഇരകളാകപ്പെടുന്നത്. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ 35-കാരിയെ ആൺസുഹൃത്ത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പുറത്തുവരുന്നതും വഴിവിട്ട സൗഹൃദത്തിൻ്റെ കഥകളാണ്. സമാനമായ രീതിയിലുള്ള അവിഹിത ബന്ധമാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി സന്തോഷിൻ്റെ കൊലപാതകത്തിനും കാരണം. ഇതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ പകൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട യുവ നേതാവിനെതിരായ നടിയുടെ വെളിപ്പെടുത്തലും ഏറെ ഗുരുതര സ്വഭാവമുള്ളതാണ്. മുൻപ് ആരോപണം നേരിട്ടപ്പോൾ പറഞ്ഞതുപോലെ ഇനിയും ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തടിയുരാൻ ആ നേതാവിന് കഴിയുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആദ്യം സൗഹൃദം സ്ഥാപിച്ച് മെസ്സേജ് അയക്കും, പതിയെ പതിയെ അശ്ലീല സന്ദേശങ്ങൾ. കുറച്ച് അടുപ്പമായെന്ന് തോന്നിയാൽ സിനിമയ്ക്കും ഹോട്ടലിലേക്കും വിളിക്കും. കേരളത്തിലെ ഒരു പ്രമുഖ യുവ നേതാവിൻ്റെ സ്ത്രീകളോടുള്ള സമീപനമാണിത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായതാണ് ഈ നേതാവിൻ്റെ വഷളത്തരങ്ങൾ. അന്ന് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തലയൂരിയെങ്കിലും ജനപ്രതിനിധി കൂടിയായ ഈ നേതാവിനെതിരെ പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നു. യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി യുവനടി റീനി ആൻ ജോർജാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. തനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും സമാന അനുഭവമുണ്ടായി. ഇയാളെക്കുറിച്ച് പാർട്ടിയിലെ നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. കേരളത്തിലെ യുവരാഷ്ട്രീയ നേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും മോശം സമീപനം ഉണ്ടായെന്നും നടി റിനി ആൻ ജോർജ് തുറന്നു പറഞ്ഞത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ്. ഇക്കാര്യത്തെക്കുറിച്ച് നേതൃത്വത്തെ അറിയിച്ചിട്ടും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയാണ് ഉണ്ടായത്. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനിടെയായിരുന്നു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള വെളിപ്പെടുത്തൽ. യുവ നേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും മോശം സന്ദേശങ്ങൾ അയച്ചത് ഷോക്കിംഗ് ആയിരുന്നുവെന്നും റിനി വെളിപ്പെടുത്തി. അശ്ലീല മെസ്സേജ് അയച്ചപ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ടുണ്ടായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ്. മോശമായ സന്ദേശങ്ങൾ അയച്ചു. അതിനുശേഷം ഇങ്ങനെ ഹോട്ടലിലേക്ക് വരൂ, കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതൊക്കെയാണ് മോശം സന്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഞാൻ ചില സംഭാഷണങ്ങളിൽ ഞാൻ വല്ലാതെ ഒത്തിരി ഫയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സൗഹൃദം, നല്ല മാന്യമായ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില ഉപദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതേ വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഹൂ കെയേഴ്സ് എന്നായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡ്. ആരും മുന്നോട്ട് വരാതിരിക്കുന്നത് കൊണ്ടാണ് താനിപ്പോൾ തുറന്നു പറഞ്ഞത്. പല സ്ത്രീകൾക്കും സമാന അനുഭവം ഉണ്ടായി എന്നും റിനി പറഞ്ഞു. പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോളൂ, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എടുത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് റിനി തുറന്നു പറഞ്ഞു. ഇയാളെപ്പറ്റി പാർട്ടിയിലെ പല നേതാക്കളോടും പറഞ്ഞിരുന്നു. നേതൃത്വത്തോട് പരാതിപ്പെടുമെന്ന് പ്രതികരിച്ചപ്പോൾ പോയി പറയൂ എന്നായിരുന്നു മറുപടി. ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുതെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. നേതാവിൻ്റെ പേരോ ഏത് പ്രസ്ഥാനമാണെന്നോ വെളിപ്പെടുത്താൻ തയ്യാറല്ല. ഇയാളെപ്പറ്റി പരാതിയുള്ളവർ അതുമായി മുന്നോട്ട് പോകട്ടെ. പറയേണ്ട സ്ഥലങ്ങളിൽ എല്ലാം പരാതി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. ഇനി നിയമപരമായി നീങ്ങിയാൽ പോലും എനിക്കറിയില്ല സ്ത്രീകൾക്ക് ഫേവറായിട്ടാണോ ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അത് ഞാനിതാ പറഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തര ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ആ പ്രസ്ഥാനവും നമ്മുടെ സമൂഹവും തീരുമാനങ്ങൾ എടുക്കണം. കൂടുതൽ പേർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ്.
ഒരു പ്രത്യേക പാർട്ടിയെ തേജോവധം ചെയ്യാനല്ല താൻ ഇത് പറയുന്നതെന്നും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണത നിലവിലുണ്ടെന്നും നടി പറഞ്ഞു. ഇയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്നും ഈ സംഭവത്തോടെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയെന്നും റിനി വ്യക്തമാക്കി. അടുത്തിടെ പുറത്തിറങ്ങിയ 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിൽ ഗിന്നസ് പക്രുവിന്റെ നായികയായിരുന്നു റിനി. ന്യൂസ് 18 കൊച്ചി. വിവാഹേതര ബന്ധങ്ങൾ പല ദാമ്പത്യ ജീവിതങ്ങളും തകർത്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം സൗഹൃദങ്ങൾ 2 വ്യക്തികളെ മാത്രമായിരിക്കില്ല ബാധിക്കുക, 2 കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഒടുവിൽ ആത്മഹത്യയും കൊലപാതകവും വരെ സംഭവിക്കാം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലും വഴിവിട്ട സൗഹൃദമാണ്. കൊഴിഞ്ഞാമ്പാറ സ്വദേശി സന്തോഷിനെ ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേസിൽ അയൽവാസിയായ ആറുച്ചാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഭാര്യയും സന്തോഷുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്ത് മർദ്ദിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന 42-കാരനായ സന്തോഷിനെ ചൊവ്വാഴ്ച രാത്രി 10ഓടെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന അവിവാഹിതനായ സന്തോഷിന് വിവാഹിതയായ യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നു. രാത്രി യുവതിയാണ് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചത്. ഭർത്താവ് സന്തോഷിനെ മർദ്ദിച്ചെന്ന് പറഞ്ഞെന്നും ചെന്നു നോക്കിയപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടെന്നുമാണ് യുവതി പോലീസിനെ അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് സന്തോഷിനെ വീടിനകത്ത് തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഡോക്ടർ സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിച്ചു. നെറ്റിയിൽ മർദ്ദനമേറ്റതിന്റെ പാടുണ്ട്. TV കണക്ട് ചെയ്യുന്ന കേബിളും മൃതദേഹത്തിന് സമീപത്തായി കണ്ടെത്തി. യുവതിയുടെ ഭർത്താവ് മുങ്കിൽമട സ്വദേശി ആറുച്ചാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ചിറ്റൂർ ഡിവൈഎസ്പി BA കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. ജീവിതത്തിൽ മറ്റു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് പലരും വട്ടിപ്പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങാറുള്ളത്. ചിലർ ആഡംബര ജീവിതം നയിക്കാനായി വായ്പയെടുക്കും. പിന്നീട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവരുണ്ട്. എറണാകുളം പറവൂരിലെ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇങ്ങനെ പല ദുരൂഹതയുമുണ്ട്. എന്തിനാണ് ഇവർ 10 ലക്ഷത്തോളം രൂപ വായ്പ വാങ്ങിയത്? ആ തുക എങ്ങനെ ചിലവഴിച്ചു? പണം വായ്പ നൽകിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ അയൽവാസിയുടെ സാമ്പത്തിക ഉറവിടവും സംശയനിഴലിലാണ്. കോട്ടുവള്ളി സ്വദേശിനി ആശ ജീവനൊടുക്കിയ സംഭവത്തിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാറിനും ഭാര്യ ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തു. ഒളിവിൽ പോയ ഇരുവർക്കും വേണ്ടി അന്വേഷണം ഊർജിതമാണ്. പോലീസ് വീഴ്ചയാണ് ആശയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ബിന്ദുവിൽ നിന്നും 10 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും ഇത് തിരിച്ചു നൽകിയിട്ടും പലിശയും പലിശയ്ക്കുമേൽ പലിശയും ചോദിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു. പോലീസ് സ്റ്റേഷനിലും വീട്ടിലും നടന്ന ഭീഷണിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറവൂർ പോലീസ് പ്രദീപ് കുമാറിനും ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. സാമ്പത്തിക ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. ലഭിച്ച പണം ആശ എങ്ങനെ വിനിയോഗിച്ചു എന്നും അന്വേഷിക്കുന്നുണ്ട്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. വീണ്ടും ഭീഷണിപ്പെടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് പോലീസ് റിട്ടയർഡ് ഡ്രൈവറാണ്, അവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവിടെ വെച്ചും അയാൾക്കൊരു കുഞ്ഞ് ഫ്രീഡം ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഇതുണ്ട്. അപ്പൊ പോലീസിന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. 2 രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശക്തമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ആൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നെപ്പൊക്കെ മുറിക്കുന്ന നേരത്തൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ മറ്റവരിൽ നിന്നുണ്ടായ പ്രകോപനം ഭീഷണി ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ.
ഇവിടെ വന്നും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഇവിടെ ഈ കഴിഞ്ഞ ദിവസം വന്ന് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും എന്നെ പറ്റിച്ച് വെച്ച് എല്ലാവരും എന്ന് പറഞ്ഞാൽ കരഞ്ഞത് അവള്. പാവമായിരുന്നു, എല്ലാവർക്കും ഉപകാരിയായിരുന്നു. 10 ലക്ഷം രൂപയാണ് എടുത്തത്. അതിൽ കൊടുത്തു 3 ഇരട്ടിയോളം കൊടുത്തുപോയി. എന്നിട്ടും വീണ്ടും അവർ ചോദിച്ചു വരികയാണ്. 2018 വരാപ്പുഴ ഉരുട്ടിക്കൊല കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയ കേസിലെ പ്രതിയാണ് പ്രദീപ്. അന്ന് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ ബന്ധുക്കളോട് പോലീസ് ഡ്രൈവറായിരുന്ന പ്രദീപ് കൈക്കൂലി ചോദിച്ചതും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നടപടി നേരിട്ടതുമാണ്. ആശയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേസ് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ന്യൂസ് 18 കൊച്ചി. ഏറ്റുമാനൂരിലെ ജൈനമ്മ കൊല്ലപ്പെട്ട ആ ദിവസം ഓട്ടോ ഡ്രൈവറായ മനോജ് ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. 2024 ഡിസംബർ 23 സെബാസ്റ്റ്യൻ്റെ ആവശ്യപ്രകാരം മദ്യവുമായി വീട്ടിലെത്തിയതാണ് ഈ ചെറുപ്പക്കാരൻ. അന്ന് വൈകിട്ട് 4 മണി മുതൽ രാത്രി വൈകി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് ഫ്രിഡ്ജുമായി സെബാസ്റ്റ്യൻ എത്തും വരെയും അയാളും കൂടെ ഉണ്ടായിരുന്നു. ജയരമയുടെ സ്വർണ്ണമാല സെബാസ്റ്റ്യൻ പണയം വെച്ചത് മനോജിൻ്റെ പേരിലാണ്. പിന്നീട് വിൽപ്പന നടത്താനും സഹായിച്ചു. ജയനമ്മ കൊല്ലപ്പെട്ടുവെന്ന് അന്വേഷണ സംഘം കരുതുന്ന ദിവസം പള്ളിപ്പുറത്ത് വീട്ടിലെത്തിയ ഏക സാക്ഷിയായ മനോജ് ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ കേസിലേറെ നിർണായകമാണ്. മനോജ് സെബാസ്റ്റ്യൻ്റെ വീട്ടിലെത്തിയപ്പോൾ ജയനമ്മയുടെ മൃതദേഹം അകത്തുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ജൈനമ്മ കൊലക്കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഡേറ്റൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് ഡേറ്റ്? ഡിസംബറിൽ തന്നെയാണോ? ഡിസംബർ 23 ചെയ്യുന്നത്. എപ്പോഴാണ് ചെയ്യുന്നത്? ഇയാൾ എന്ത് വിളിച്ചു പറയട്ടെ? നിങ്ങൾ എന്നിട്ട് വീട്ടിൽ കയറ്റിയോ? നിങ്ങളെ പോലീസിന് കണക്കൂട്ടി ഡിസംബർ 23 രാത്രി മരണപ്പെട്ടു എന്നല്ലേ? എന്താ സ്വർണ്ണം പണയം വെക്കാൻ 2024 ഡിസംബർ 23 ആണ് ജൈനമ്മ കൊല്ലപ്പെട്ടതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിൽ തന്നെ ഡിസംബർ 23 3 മണിക്ക് മുമ്പായി ഈ കൊലപാതകം നടന്നിട്ടുണ്ടെന്നുള്ള നിഗമനമാണ് അവർക്കുള്ളത്. അതിനുശേഷം ആ കൊലപാതകത്തിന് ശേഷം ആ വീട്ടിലെത്തിയിട്ടുള്ള ഏക വ്യക്തി കൂടിയാണ് മനോജ് എന്നുള്ളതാണ്. കുന്നത്ത് ഫിനാൻസിലെത്തി സ്വർണം അവിടെ തന്റെ പേരിൽ പണയം വെച്ചു. അതായത് ID കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് തന്റെ പേരിൽ സെബാസ്റ്റ്യൻ പണയം വെച്ചു എന്നും മനോജ് പറയുന്നുണ്ട്. ഈ ഡിസംബർ 23 സ്വർണം പണയം വെച്ച ശേഷം ആ തുകയുമായി പോയത് ചേർത്തല നഗരത്തിനകത്തെ ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയിലാണ്. അവിടെ നിന്നും ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി എന്നുള്ളത് മനോജ് പറയുന്നു. തുടർന്ന് ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് സെബാസ്റ്റ്യനെ എത്തിച്ചതും മനോജാണ്. എത്ര പവൻ സ്വർണ്ണം വെച്ചു? വിൽക്കുമ്പോ ചേട്ടനുണ്ടോ? വിൽക്കുമ്പോഴും അത് പള്ളിപ്പുറത്തെ ചേർത്തല പള്ളിപ്പുറത്തുള്ള വീട്ടിലേക്ക് താൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരാറുള്ളൂ, താൻ സ്ഥിരമായി എത്താറേയില്ല എന്നുള്ളൊരു വാദമാണ് സെബാസ്റ്റ്യൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ ചേർത്തല നഗരത്തിനകത്ത് തന്നെയുള്ള ഇരുമ്പ് പാലത്തിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ സ്ഥിര സാന്നിധ്യമാണ് സെബാസ്റ്റ്യൻ എന്ന് മനോജ് പറയുന്നുണ്ട്. ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരാളെന്ന രീതിയിലാണ് തങ്ങളുടെ മുന്നിലേക്ക് വരാറുള്ളത്. വീട്ടിൽ പോകാറുണ്ട്, വീട്ടിൽ സ്ഥിരമായി എത്തുന്ന ആളാണ്. ഇത്രയും ആരോഗ്യസ്ഥിതി മോശമായ ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു ക്രൂരമായ സംഭവങ്ങൾ നടന്നു എന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നും മനോജ് വ്യക്തമാക്കുന്നു. ഇയാൾ എവിടെയെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ ഇയാളുടെ കാര്യങ്ങൾ? അത്ര ആരോഗ്യമില്ലാത്ത ആളെ പോലെ അതൊക്കെ തുറന്നിരിക്കണോ? മനോജിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ അയാളെ മുഖ്യ സാക്ഷിയായി ഈ കേസിൽ വെച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് തിങ്കളാഴ്ച വരെ ആശ്വസിക്കാം. കൂടുതൽ പെൺകുട്ടികൾ വേടനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്കും വേറെയും തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നും ഇര ഹൈക്കോടതിയെ ബോധിപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
തിങ്കളാഴ്ച വരെയും പരാതിക്കാരിയായ പെൺകുട്ടിക്ക് കോടതി അവസരം നൽകി. അന്നുവരെയും വേടനെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിക്ക് 2 യുവതികൾ നൽകിയ പരാതികളുടെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചുവെന്നാണ് സൂചന. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകിയതിന് നിരവധി തെളിവുകളുണ്ടെന്ന് പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയതുകൊണ്ട് മാത്രം കുറ്റകൃത്യം നിലനിൽക്കണമെന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. 2 പെൺകുട്ടികൾ വേറെ പരാതി നൽകിയിട്ടുണ്ടെന്നും അത് പ്രോസിക്യൂഷൻ മറച്ചുവെക്കുകയാണെന്നും യുവതി കോടതിയെ അറിയിച്ചു. മറ്റു പെൺകുട്ടികളെയും വിവാഹ വാഗ്ദാനം നൽകിയാണോ പീഡിപ്പിച്ചതെന്ന് പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വേടനെതിരെ നിരവധി മീറ്റു ആരോപണങ്ങളുണ്ടെന്നും ആ സമയത്ത് സമൂഹമാധ്യമങ്ങളിൽ വേടൻ ക്ഷമാപണം നടത്തിയെന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സമൂഹമാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് ഹൈക്കോടതി പറഞ്ഞു. മാധ്യമ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനങ്ങൾ എടുക്കാനാകില്ലെന്നും തെളിവുകൾ പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കാനാവൂയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വേടനെതിരെ മറ്റു കേസുകളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് 2 പെൺകുട്ടികൾ നൽകിയ പരാതികളുടെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചതായാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. ഗോവിന്ദചാമിയെപ്പോലെ ഒരു കൊടും കുറ്റവാളിയാണ് കുടക് സ്വദേശി സൽമാൻ. കൊച്ചുകുട്ടികളെയും യുവതികളെയും ലൈംഗികമായി ചൂഷണം ചെയ്യും. കളവും പിടിച്ചുപറിയുമാണ് പ്രധാന പണി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പിടിയിലായപ്പോഴാണ് സൽമാനെക്കുറിച്ച് നമ്മൾ ആദ്യമായി കേട്ടത്. പുലർച്ചെ വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണം കവരുകയും ചെയ്ത പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണം. അയാൾ ഒരിക്കലും വെളിച്ചം കാണാൻ അനുവദിക്കരുത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 1 വർഷത്തിന് ശേഷം കേസിൽ വിധി വരികയാണ്. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതി ശനിയാഴ്ച വിധി പ്രസ്താവന നടത്തും. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിൽ വിധി ശനിയാഴ്ച. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 2024 മെയ് 15 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. വല്യച്ഛൻ പശുവിനെ കറക്കാൻ പുറത്തുപോയ സമയത്താണ് പ്രതി കുടക് സ്വദേശി സലീം എന്ന സൽമാൻ പെൺകുട്ടിയെ ചുമന്ന് പാടത്തു കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ കാതിലുണ്ടായിരുന്ന 2 സ്വർണ്ണക്കമ്മലുകളും പ്രതി കൈക്കലാക്കിയിരുന്നു. സഹോദരിയുടെ സഹായത്തോടെ സ്വർണ്ണക്കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയും ബംഗളൂരു വഴി ആന്ധ്രയിലേക്ക് രക്ഷപ്പെടുകയുമായിരുന്നു. ആന്ധ്രയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് പ്രതി അറസ്റ്റിലായത്. കേസിൽ 60 സാക്ഷികളെ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതി വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകളടക്കം 117 രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന MP ആസാദ് 300 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. 39 ദിവസങ്ങൾക്കകമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതെന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. മോഷ്ടിച്ച കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുബൈബ കേസിൽ 2ാം പ്രതിയാണ്. സ്വന്തമായി അഭിഭാഷകനെ നിയോഗിക്കാത്തതിനാൽ ലീഗൽ അഡ്വൈസറി നിയോഗിച്ച അഭിഭാഷകനാണ് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത്. കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ കുട്ടിയുടെ മാതാവിനെയും കോടതി വിസ്തരിച്ചിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു കുട്ടിയുടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. 2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി നേരിടുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.
കണ്ണൂർ സെൻട്രൽ ജയിലിലെ വീതിയുള്ള കമ്പി ഗോവിന്ദച്ചാമി എങ്ങനെ മുറിച്ചു? സെല്ലിൻ്റെ അഴിമുറിക്കുക അത്ര എളുപ്പമല്ല. 4 കമ്പികളുടെ 2 അറ്റവും മുറിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിച്ച സമിതിയുടെ ചോദ്യങ്ങളാണിത്. ഗോവിന്ദച്ചാമിയെ പോലെയുള്ള കൊടും ക്രിമിനലിനെ ജയിൽ ചാട്ടം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണ സമിതിയുടെ വിലയിരുത്തൽ. ജീവനക്കാർക്കും അധികൃതർക്കും വീഴ്ച സംഭവിച്ചു. പുറത്തുനിന്ന് സഹായം കിട്ടിയതായി കരുതുന്നില്ലെന്നും സമിതി അംഗങ്ങൾ കണ്ണൂർ ജയിൽ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കി. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് ഗോവിന്ദച്ചാമിക്ക് ജയിലിന്റെ അഴിമുറിക്കുക എളുപ്പമല്ലെന്ന് അന്വേഷണ സമിതി അംഗം റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട്. 4 കമ്പികളുടെ 2 അറ്റവും മുറിച്ചിട്ടുണ്ട്. ഇത്രയും ബലമുള്ള കമ്പി എത്ര ശ്രമിച്ചാലും ഒരു ചെറിയ ഉപകരണം കൊണ്ട് മുറിച്ചു മാറ്റാൻ സാധിക്കില്ല. ദിവസങ്ങളെടുത്ത് കമ്പികൾ മുറിച്ചു മാറ്റിയത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു. ദിവസങ്ങളെടുത്ത് ഒരു ജയിലിൻ്റെ ഖനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടൂള് അയാൾക്ക് കിട്ടാനും ആ ടൂൾ അയാൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചത് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുത് കണ്ണൂർ ജയിലിൽ. നാളുകൊണ്ടാണ് ആയിരിക്കും അയാളത് ചെയ്തത്. ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല കൈകൊണ്ട്. അല്ല ഇലക്ട്രിക് കട്ടർ വേണം അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ. അങ്ങനെ 4 കമ്പിയുടെ 8 വശം മുറിച്ചിട്ടുണ്ട്. അതായത് 8 കമ്പി മുറിച്ച പോലെയാണ്. ആ 8 കമ്പി മുറിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് കാണും. ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് കട്ടർ ഉപയോഗിച്ചാലും അത്ര തിക്ക് കമ്പികളാണ്. അന്വേഷണ സമിതിയിൽ അംഗമായ മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും ജയിൽ സന്ദർശനത്തിന് എത്തിയിരുന്നു. 1.5 ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ സ്ഥലത്ത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരാൾക്ക് അത് മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. കാരണം അതിനാണ് ഞങ്ങളിവിടെ താമസിച്ച് 1000 പേരെ ചോദ്യം ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അതിനുള്ള ഉത്തരവാദിത്വമോ അതൊരു ഭാരിച്ച ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ അവിടെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് അത് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ രീതി അന്വേഷണ സമിതി വിശദമായി പരിശോധിച്ചു. സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നു. 2 ദിവസമാണ് സംഘം ജയിലിൽ പരിശോധന നടത്തിയത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഉൾപ്പെടെ ജയിലുകളിലെ സാഹചര്യം പഠിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. ന്യൂസ് 18 കണ്ണൂർ. മതവിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ അടിച്ചമർത്തുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്നവരുണ്ട്. രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടും മുത്തലാഖ് ചൊല്ലി ഇപ്പോഴും ദാമ്പത്യ ബന്ധം വേർപ്പെടുത്തുന്നവരെ കാണാം. ഇത്തരം മതനിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം കുടുംബജീവിതം പോലും ബലികഴിക്കപ്പെടേണ്ടി വരുന്ന യുവതികളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. കാസർഗോഡ് ദേലമ്പാടി സ്വദേശിനിയായ യുവതിയെ മതപ്രഭാഷകനായ ഭർത്താവാണ് മുത്തലാഖ് ചൊല്ലിയത്. സംഭവത്തിൽ കർണാടക ഈശ്വരമംഗലം സ്വദേശി ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചതായും ഗർഭിണിയായിരിക്കുമ്പോഴും ക്രൂരത നേരിട്ടതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദേലമ്പാടി സ്വദേശിനിയായ 22-കാരിയുടെ പരാതിയിലാണ് കേസ്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം മർദ്ദിച്ചെന്നും തുടർന്ന് മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തിയെന്നുമാണ് പരാതി. കുമ്പടാജെ പഞ്ചായത്തിലെ ബെലിഞ്ചയിലുള്ള ഹദാത് നഗർ ജുമാ മസ്ജിദിലെ മുഖ്യ മതപ്രഭാഷകനായ ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെയാണ് ആദൂർ പോലീസ് കേസെടുത്തത്. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 3ാമത്തെ കേസാണിത്. IPC സെക്ഷൻ 498A 2019 വിവാഹാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. 2018 മെയ് 18-നാണ്
മുസ്ലിം മതാചാരപ്രകാരം ഇവരുടെ വിവാഹം നടന്നത്. ഗർഭിണിയായിരിക്കെ ഭർത്താവിൽ നിന്നും ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായും യുവതി പരാതിയിൽ പറയുന്നു. ഒന്നര വർഷം മുൻപാണ് യുവതിയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരിച്ചത്. മുത്തലാഖ് ചൊല്ലുന്നതുവരെ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ലെന്നും യുവതി പറയുന്നു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് 2 വയസ്സുള്ള മകളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് രക്ഷപ്പെട്ടത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കല്ലൂരാബി സ്വദേശിനിയായ യുവതിയെ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയതിന് നേരത്തെ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കേസായിരുന്നു അത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി രാജാക്കാട് മദ്യലഹരിയിൽ യുവാവ് മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പോലീസ് പട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മകന്റെ ആക്രമണത്തിൽ രാജാക്കാട് സ്വദേശി മധുവിനും ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റതാണ്. മദ്യത്തിൻ്റെ കെട്ടിറങ്ങിയപ്പോഴാണ് താൻ കാണിച്ച ക്രൂരതയെക്കുറിച്ച് അയാൾ തിരിച്ചറിഞ്ഞത്. എന്നാൽ അപ്പോഴേക്കും അച്ഛൻ്റെ മരണവും സംഭവിച്ചു. മകൻ്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെയാണ് മധു മരിച്ചത്. മകൻ സുധീഷ് മരക്കൊമ്പ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ മധുവിൻ്റെ തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റിരുന്നു. സുധീഷ് അമ്മയെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതോടെയാണ് അച്ഛനെയും ആക്രമിച്ചത്. ഈ മാസം 14 രാത്രിയിലാണ് സംഭവം നടന്നത്. അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ സുധീഷ് അമ്മയോട് വാക്ക് തർക്കത്തിലേർപ്പെടുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്യുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്ത പിതാവിന് നേരെയും ഇയാൾ ആക്രമണം നടത്തി. മരക്കൊമ്പ് കൊണ്ട് തലയ്ക്കും ശരീരത്തിലും അടിച്ചു. അവശനായി റോഡിൽ വീണ് കിടക്കുകയായിരുന്ന മധുവിനെ നാട്ടുകാരാണ് രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൊടുപുഴയിലെ ആശുപത്രിയിലേക്കും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ചികിത്സയിൽ കഴിയവേ പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത്. സംഭവ ദിവസം തന്നെ ഉടുമ്പൻചോല പോലീസ് അറസ്റ്റ് ചെയ്ത സുധീഷ് നിലവിൽ റിമാൻഡിലാണ്. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം ജില്ലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ആമ്പൽപ്പാടങ്ങളുണ്ട്. ഒരു കൂട്ടം നാട്ടുകാരുടെ പ്രയത്നമാണ് ആ നാടിനെ ടൂറിസ്റ്റുകളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നത്. മലരിക്കൽ പോലെ കൊല്ലാട് കിഴക്കുംപുറം പാടത്തും ആമ്പൽ വസന്തത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് അനിൽ എന്ന ചെറുപ്പക്കാരൻ. ഈ ആമ്പൽപ്പാടത്തെ പ്രധാന വള്ളക്കാരനാണ്. എന്നാൽ ഇവിടെ പുതിയതായി വള്ളമിറക്കിയ വള്ളക്കാരും അനിലും തമ്മിൽ ചെറിയ തർക്കമുണ്ടായി. ഇതേ തുടർന്ന് അനിലിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ ചിങ്ങവനം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം മണിപ്പുഴയിലെ ഓവർബ്രിഡ്ജിൽ വെച്ചാണ് സംഭവം. വാഹനം ഓടിച്ചു വരികയായിരുന്ന അനിലിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. ആമ്പൽ വസന്തവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അക്രമത്തിൽ കലാശിച്ചത് എന്നാണ് സൂചന. അവർ എന്നെ അസഭ്യം പറഞ്ഞുകൊണ്ട് നിനക്ക് മാത്രമേ ആമ്പൽ വസന്തം നടത്താൻ പറ്റുള്ളൂ, വഞ്ചി സവാരി നടത്താൻ പറ്റുള്ളൂ, മറ്റാർക്കും കൂടെ നടത്താൻ മേലേടെന്നും ചോദിച്ചപ്പോൾ എന്നെ അന്യായമായ അസഭ്യം അതിനകത്തൂടെ പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞുകൊണ്ട് എന്നെ പടപട അടിക്കുകയായിരുന്നു. 59-60 വയസ്സുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഇത്ര മൃഗീയമായ രീതിയിൽ ഞാനൊരു കോമ്പറ്റീഷനും ആരോടും പോകുന്നില്ല. ആര് എന്തുകൊണ്ടിട്ടാലും വള്ളം കൊണ്ടിട്ട് അമ്പലവസന്തം കാണിച്ചാലും അതിന് ഞാൻ എതിരല്ല. ഞാൻ ഇതുവരെ അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തിനാണ് എന്നെ ഇത്ര ഭീകരമായി വർദ്ധിച്ചതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി അനിലാണ് കിഴക്കുപുറം പാടശേഖരത്ത് വള്ളമിറക്കിയിരുന്നത്. ഈ വർഷം സമീപവാസികളായ പുതിയ ആളുകൾ വള്ളവുമായി എത്തി. അക്രമത്തിന് പിന്നിൽ ഇവരാണെന്ന പരാതി ഉയർന്നതോടെ ചിങ്ങവനം പോലീസ് അന്വേഷണം തുടങ്ങി. നിയമപരമായി നിയമത്തിൻ്റെ മുന്നിലൂടെ
നിയമപരമായ നടപടിയിലേക്ക് ഞാൻ ആശുപത്രി പോവുകയും അവിടെ ചികിത്സ തേടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ പുറത്തിന് ഈ ഒരു സൈഡ് മുഴുവൻ ചതവ്. 2 ദിവസമായി ഉറങ്ങിയിട്ട് കൈയുടെ തോളിന് ഈ ചതവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബാഗിട്ടിരിക്കുന്നത്. അക്രമത്തിന് പിന്നാലെ അനിലിനെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശരീരത്തിന്റെ പിൻഭാഗത്ത് കാര്യമായി മർദ്ദനമേറ്റു എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കോട്ടയം. സ്കൂളുകളിലും കോളേജുകളിലും കുട്ടിക്കുറ്റവാളികൾ ഗുണ്ടായിസം കാണിക്കുന്നുണ്ട്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ സഹപാഠികളെ പോലും മർദ്ദിക്കും. തിരുവനന്തപുരം ധനുവച്ചപുരം കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് സഹപാഠികളാണ്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 3 പേരുൾപ്പെടെ 6 പേർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തു. പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. പ്രതികൾ ABVP പ്രവർത്തകരെന്നാണ് പരാതി. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു കോളേജിലെ 3ാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയും കൊറ്റമ്പള്ളി സ്വദേശിയുമായ ദേവജിത്തിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ഓണാഘോഷ പരിപാടിക്ക് മുന്നോടിയായുള്ള ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം. മൃഗീയ മർദ്ദനത്തിനിരയായ ദേവജിത്ത് നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. ഇടതു ചെവിക്ക് പിന്നിൽ കുത്തേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ദേവജിത്ത് സുഖം പ്രാപിച്ചു വരുന്നു. ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ യൂണിയന്റെ കോളേജിലെ അവിടെ പോകാൻ കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞ് അവിടെ കോളേജിന്റെ ഫ്രണ്ടിൽ നിന്നോണ്ട് അവന്റെ ഒരു പയ്യൻ വന്ന് പിടിച്ച് തള്ളി. ജൂനിയർ പയ്യനാണ്. പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ തള്ളരുത്, എന്റെ ഷർട്ടിൽ നിന്ന് കൈ എടുക്കണമെന്ന് പറഞ്ഞു. ഷർട്ടിൽ പിടിച്ചാണ് തള്ളിയത്. അപ്പോൾ ഷർട്ടിൽ പിടിച്ചിട്ട് കൈ എടുക്കണമെന്ന് പറഞ്ഞു. കൈ തട്ടി മാറ്റി ഞാൻ കോളേജിലോട്ട് കയറിപ്പോയപ്പോൾ അത് തള്ളിയ പയ്യന്റെ പേരാണ്, പിടിച്ച പയ്യന്റെ പേര് അനന്തൻ എന്നാണ് പേര്. അത് കഴിഞ്ഞ് കയറിപ്പോയപ്പോഴാണ് നിഖിൽ 2 ടീംസ് ആണ്, നിഖേഷ് എന്ന് പറഞ്ഞത്. അതിലൊരാൾ എന്നെ കയ്യാണിച്ച് വിളിച്ചിട്ട് അവിടെ വെച്ച് എന്നെ മർദ്ദിക്കുകയുണ്ടായി. അവിടെ വെച്ച് എന്നെ മുടിയെ പിടിച്ച് താത്തിട്ട് ഉറുക്കിലിടിച്ച് എൻ്റെ തറയിലിട്ട് അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി. ഈ അനന്തൻ എന്ന് പറഞ്ഞ പയ്യെ എൻ്റെ പിറകിലെ ചെവിയിലൂടെ എന്തോ കുത്തുകയും ചെയ്ത്. പിന്നെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, അവൻ നെഞ്ചിലിട്ടിടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അനന്തൻ, നിഖിൽ, നികേഷ് എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തു. ഇവർ ABVP പ്രവർത്തകരാണ്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊലപാതകം, വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികൾ സാധാരണ മറ്റു നാടുകളിലേക്കാണ് ഒളിവിൽ പോകാറുള്ളത്. എന്നാൽ പാലക്കാട് തൃത്താലയിൽ ഒരു വധശ്രമ കേസ് പ്രതി ഒളിവിൽ താമസിച്ചത് സ്വന്തം വീടിൻ്റെ മച്ചിലാണ്. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയെ വീടിൻ്റെ മച്ചിലെ രഹസ്യ അറയിൽ നിന്നും പോലീസ് പിടികൂടി. ഫോൺ സ്വിച്ച് ഓൺ ആയതാണ് പ്രതിക്ക് വിനയായത്. സുഹൃത്തിനെ 4 യുവാക്കൾ ചേർന്ന് കളിയാക്കിയതായിരുന്നു ആക്രമണത്തിന് കാരണം. കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 4-ന് ഞാങ്ങാട്ടിരിയിൽ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ വധശ്രമത്തിന് സുൽത്താൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം വീടിന് സമീപത്ത് റാഫിയുടെ മൊബൈൽ ഫോൺ ഓണായത് പോലീസ് കണ്ടെത്തി. ഇയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന് പോകാറുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് വീട് വളഞ്ഞു നടത്തിയ പരിശോധനയിലാണ് ചുമരിനോട് ചേർന്നുള്ള അലമാരയിൽ നിന്നും വീടിന്റെ മച്ചിലുള്ള രഹസ്യ അറയിലേക്ക് വഴി കണ്ടെത്തിയത്. ഇതോടെ മച്ചിന് മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന സുൽത്താൻ റാഫിയെ പോലീസ് പിടികൂടുകയായിരുന്നു.
സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ 4 യുവാക്കൾ ചേർന്ന് കളിയാക്കിയതാണ് കേസിനാസ്പദമായ സംഭവത്തിന് കാരണമായത്. കളിയാക്കിയ യുവാക്കളെ ഇയാളും 3 സുഹൃത്തുക്കളും ചേർന്ന് സുൽത്താൻ റാഫിയുടെ കാഞ്ഞിരത്താണിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും റാഫി ഇവരെ കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. മറ്റു 3 പ്രതികളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. റാഫിയുടെ പേരിൽ 5 കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കൊട്ടാരക്കര ബിവറേജസിൽ ജീവനക്കാരനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച കേസാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ അറസ്റ്റിലായി. പുനലൂർ ശാസ്താംകോണം സ്വദേശി രഞ്ജിത്ത്, വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരെ കൊട്ടാരക്കര പോലീസാണ് പിടികൂടിയത്. മറ്റൊരു വധശ്രമ കേസിലെ പ്രതിയാണ് പിടിയിലായ രഞ്ജിത്ത്. കൊട്ടാരക്കര ബിവറേജസ് വിൽപ്പനശാലയിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾക്ക് മദ്യം നൽകുന്നത് കണ്ട് മദ്യം വാങ്ങാനെത്തിയ 2 പേർ ജീവനക്കാരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി. ഫോൺ തട്ടിമാറ്റിയപ്പോഴാണ് ജീവനക്കാരന്റെ തലയ്ക്ക് ബിയർ കുപ്പി കൊണ്ടടിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ ജീവനക്കാരൻ ബേസിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവ സ്ഥലത്തുനിന്ന് പ്രതികളെ ജീവനക്കാർ ചേർന്ന് പിടികൂടിയെങ്കിലും ഇവർ രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ആദ്യം കണ്ടെത്താനായിരുന്നില്ല. ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളായ പുനലൂർ ശാസ്താംകോണം സ്വദേശി രഞ്ജിത്ത്, വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ജിൻസൺ മുമ്പ് പ്രവാസിയായിരുന്നു. രഞ്ജിത്ത് മുൻപ് വധശ്രമ കേസിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. അരിക്കും പലചരക്ക് സാധനങ്ങൾക്കും തീവിലയായതോടെ നാട്ടുകാർ നട്ടം തിരിയുകയാണ്. ഇവിടെ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സപ്ലൈകോയെയും റേഷൻ കടകളെയുമാണ്. എന്നാൽ റേഷൻ അരി അനധികൃതമായി മറിച്ചു വിൽക്കുന്നുവെന്ന പരാതിയുമുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറുമൂട് സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് റേഷൻ അരി കടത്തിയ വാഹനം ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. പോലീസ് എത്തിയപ്പോഴേക്കും ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. മുൻപും പലപ്പോഴായി അരി കടത്തിയതായി നാട്ടുകാർ ആരോപിക്കുന്നു. നാൽപ്പത്തിരണ്ട് ചാക്ക് അരിയാണ് വെഞ്ഞാറമ്മൂട് മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ ഗോഡൌണിൽ നിന്ന് കടത്താൻ ശ്രമിച്ചത്. 3 ദിവസമായി ഇവിടെ അരി സപ്ലൈ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വന്ന ഒരു ലോഡ് അരി യൂണിയൻകാർ ഇറക്കി വയ്ക്കുകയും മറ്റൊരു ലോഡ് എടുക്കാൻ ത്രിവേണി സ്റ്റോറിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് ഒരു വാഹനം ഗോഡൌണിനകത്ത് കയറി അരിച്ചാക്കുകളുമായി പുറത്തേക്കിറങ്ങുന്നത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനം അവർ തടഞ്ഞപ്പോൾ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഞാൻ ഇവിടെ വന്ന് ഈ കടയുടെ മുമ്പ് നിന്ന് ഒരു ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഷട്ടർ പോയത്തേം താക്കുകയും ചെയ്യുന്നു. സാറന്മാർ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അല്ലാത്ത ഒരു വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അത് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് കൈ കാണിച്ച് നിർത്തി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അരിയാണ്, അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞു. അങ്ങനെ ഇട്ടു. അറിയിച്ച പ്രകാരം ഇവിടെ ആൾക്കാർ കൂടി പോലീസിൽ അറിയിച്ചു. ഇവിടെ പോലീസ് വന്നു. മുമ്പും പലപ്പോഴായി അരി കടത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവത്തിൽ ഗോഡൌണിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ആരോപണമുണ്ട്. യൂണിയൻകാർ പോലും പറയുന്നത് ഇത് പലതവണ അവർ അട്ടിയിട്ട് ചാക്കടുക്കുന്നത് തിരിച്ചു വരുമ്പോൾ അതുപോലെ കാണുന്നില്ല, അതിൽ നിന്ന് ഇങ്ങനെ കുറവ് വരുന്നു. അപ്പോൾ ഇന്നിപ്പം പിടി കിട്ടിയത് അവരില്ലാത്ത സമയത്ത് അവർ വേറെ ഇവിടെ ഇറക്കാൻ പോയ സമയത്താണ് ഇവർ ഇവിടെ വന്ന് കയറ്റുന്നത്. സ്ഥിരമായിട്ട് ഇവിടെ ഇരിക്കുന്നവർ അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ചാർജ് നടത്തുന്നവർ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്.
എന്നാൽ ജനപ്രതിനിധികൾക്ക് നേരെ കയ്യേറ്റം നടത്താനോ അവരെ ആക്രമിക്കാനോ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെയുണ്ടായ ആക്രമണം രാജ്യതലസ്ഥാനത്ത് തന്നെ നടുക്കി. ഔദ്യോഗിക വസതിയിലെ പ്രതിവാര ജനസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു സംഭവം. പരാതി നൽകാനെന്ന് വ്യാജേന എത്തിയയാൾ മുഖ്യമന്ത്രിയുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും മുഖത്തടിക്കുകയുമായിരുന്നു. തലയ്ക്ക് നിസ്സാര പരിക്കേറ്റ രേഖാ ഗുപ്ത ആശുപത്രിയിൽ ചികിത്സ തേടി. എല്ലാ ബുധനാഴ്ചയും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഔദ്യോഗിക വസതിയിൽ വെച്ച് നടത്താറുള്ള ജനസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ആളായിരുന്നു ആക്രമണം നടത്തിയത്. ഇയാൾ രേഖാ ഗുപ്തയുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും മുഖത്ത് അടിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ജനങ്ങൾ ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി. 41-കാരനായ രാജേഷ് ഭായ് കിംജി എന്നയാളാണ് അക്രമി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ ഇയാളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതേസമയം ഇയാൾ മൃഗസ്നേഹിയാണെന്നും തെരുവു നായ്ക്കളെ മുഴുവൻ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനുള്ള നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഡൽഹിയിലേക്ക് എത്തിയതെന്നും രാകേഷിന്റെ അമ്മ പറഞ്ഞു. തലയ്ക്ക് നേരിയ പരിക്കേറ്റ രേഖാ ഗുപ്ത ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തെ BJP അപലപിച്ചു. മുഖ്യമന്ത്രി ആരോഗ്യവതിയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡൽഹി BJP अध्यक्ष वीरेंद्र सचदेवा व्यक्तमाकी। मुख्यमंत्री की हालत अभी स्थिर है, डॉक्टर्स उनको देख चुके हैं। सदमा जरूर लगा है जिससे उनको थोड़ी चिंता हुई है, लेकिन हमने मुख्यमंत्री से मैं मिलकर आया हूँ और उस बहन को मजबूत महिला हैं, वो जानती हैं कि उनकी कमिटमेंट दिल्ली के लिए है और उन्होंने इस बात को स्वीकार किया है कि मैं अपने रोजमर्रा के कामों से नहीं रुकूंगी। ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് ഡൽഹി കോൺഗ്രസ് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പോലും ഡൽഹിയിൽ സുരക്ഷിതയല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്താകുമെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ചോദിച്ചു. സംഭവം ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ചയാണെന്നും അമിത്ഷാ മറുപടി പറയണമെന്നും കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് കുറ്റപ്പെടുത്തി. അക്രമത്തെ അപലപിച്ച മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി ജനാധിപത്യത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്ന് എക്സിൽ കുറിച്ചു. ഡൽഹിയിലെ BJP എംപിമാർ രേഖാ ഗുപ്തയെ സന്ദർശിച്ചു. സംഭവത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ വസതിയിലെ സുരക്ഷാ വലയം വർദ്ധിപ്പിക്കും. കമ്മീഷണർ സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ റമീസിനെ കോതമംഗലത്തെ സ്വകാര്യ ലോഡ്ജിലെത്തിച്ച് തെളിവെടുത്തു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതി വീണ്ടും റിമാൻഡിൽ. പ്രസ് സ്റ്റിക്കർ ഒട്ടിച്ച വാഹനത്തിൽ ലഹരിമരുന്ന് കടത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് പിടിയിൽ. കാരോട് കഴക്കൂട്ടം ബൈപ്പാസിൽ പിടിയിലായത് പെരുമാതുറ സ്വദേശി മുഹമ്മദ് മുഹ്സിൻ, തിരുനെൽവേലി സ്വദേശികളായ ആന്റണി നവൂൺ, കെവിൻ ഡേവിഡ് എന്നിവർ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. തഴവ സ്വദേശി അനന്തുവിൽ നിന്ന് പിടിച്ചത് 13 ഗ്രാമോളം MDMAയും 380 ഗ്രാം കഞ്ചാവും. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തൊടുപുഴയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. 1.3 കിലോ കഞ്ചാവുമായി പിടിയിലായത് തൊടുപുഴ സ്വദേശി ഷിയാസ്, പശ്ചിമബംഗാൾ സ്വദേശി മഹത്താബ് അലി മണ്ഡൽ എന്നിവർ. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താഫെറ്റമിനുമായി നിലമ്പൂരിൽ യുവാവ് അറസ്റ്റിൽ. 3 ഗ്രാം മെത്താഫെറ്റമിനുമായി പിടിയിലായത് വടപുറം സ്വദേശി കോട്ടായി ഫാസിൽ. നമ്മളെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ച നിരവധി പേർ ചുറ്റുപാടുമുണ്ടാകും. ചില മനുഷ്യരുണ്ട് മറ്റുള്ളവരെ വല്ലാതെ തരം താഴ്ത്തി സംസാരിക്കും, പൊതുമധ്യത്തിൽ വെച്ച് പരസ്യമായി അപമാനിക്കും. അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കത് മുറിവേറ്റാൽ അവർക്കത് ആസ്വാദനമാണ്. എന്നാൽ ഇങ്ങനെ മനസ്സിലേൽക്കുന്ന മുറിവുണ്ടല്ലോ, അതുണങ്ങാൻ അല്പം പ്രയാസമാണ്. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചേ, ഇതുപോലുള്ള അപമാനം നിങ്ങളുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നതെങ്കിലോ? അപ്പോഴാണ് ആ സങ്കടം മനസ്സിലാക്കാൻ കഴിയും. മാന്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരെ സമൂഹം ബഹുമാനിക്കും. എന്നാൽ മറിച്ച് അസഭ്യവാക്കുകളും അശ്ലീല സംഭാഷണവും മാത്രം നടത്തുന്നവരെ എല്ലാവരും അകറ്റി നിർത്തുകയും ചെയ്യും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.